സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് നാരായണീയത്തിൽ 3-ാമത്തെ ദശകം നമ്മൾ അവസാനിപ്പിച്ചു. എത്ര തന്നെ ഭഗവാൻ കനിഞ്ഞില്ലെങ്കിലും കനിയുന്നവരെ ഞാൻ എൻ്റെ സ്തോത്രം, അതുപോലെ തന്നെ നമസ്കാരം, ഭജനം ഇവ തുടർന്ന് പോകാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത ദശകം മുതൽക്ക് അഷ്ടാംഗയോഗം എന്ന് പറയുന്ന ആത്മീയത്തിലെ പ്രധാന ഘട്ടങ്ങളാണ് ഈ ആചരിക്കുന്ന ഒരു പദ്ധതിയാണ് അഷ്ടാംഗ യോഗം. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണ്. ഭാഗവതം 2ാം സ്കന്ധത്തിൽ പറയുന്ന ആ ഭാഗമാണ് ഇവിടെയും പറയുന്നത്. ആദ്യത്തെ ശ്ലോകം: കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം യയാ പട്ടമട്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. വൃത്തം രഥോദ്ധത എന്ന് പറഞ്ഞ വൃത്തമാണ്. രഥോദ്ധത എന്ന് പറയുന്ന വൃത്തമാണ് ഈ വൃത്തം. ഇവിടെ പൊതുവായിട്ട് ഈ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കണമെങ്കിൽ ആരോഗ്യം കുറച്ചെങ്കിലും വേണം. എന്നാലേ അത് അനുഷ്ഠിച്ചിട്ട് മുന്നേറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്: ഹേ വരദ. ഇവിടെയും വരദ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വരം കൊടുക്കുന്ന ആളാണല്ലോ. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം നയാ പട്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. വരം നൽകുന്ന ഗുരുവായൂരപ്പ, എത്രമാത്രം ആരോഗ്യം എനിക്ക് അങ്ങയെ ഭജിക്കാൻ വേണോ അത്രമാത്രം ആരോഗ്യം എനിക്ക് തന്നാലും. ഈ വരം, അതായത് എത്ര ഭവതുപാസനം എയാ ഭവതുപാസനം, അങ്ങയെ ഉപാസിക്കാൻ തക്കവണ്ണം വേണ്ടതായിരിക്കുന്ന കല്യത അല്ലെങ്കിൽ ആരോഗ്യം എനിക്ക് കുരുഷ്വ ചെയ്താലും. അങ്ങയെ ഉപാസിക്കാൻ വേണ്ടതായിട്ടുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് വേണം. അതില്ലാതെ എങ്ങനെയാണ് അങ്ങയെ ഭജിക്കുക? യഥാ ഭവതുപാസനം കല്യതേ മമ താപതിം കല്യതാം ഗുരു. അത്രത്തോളമുള്ള കല്യത ആരോഗ്യം. കല്യതേ ഭവതുപാസനം ഏയാ. ഭവതുപാസനത്തിന് വേണ്ടതായ, അങ്ങയുടെ ഉപാസനത്തിന് വേണ്ടതായ താപതിം കല്യതാം മമ ഗുരു. അത്രയും ആ ആരോഗ്യമെങ്കിലും എനിക്ക് തരയണമേ. എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം ആരോഗ്യമെങ്കിലും എനിക്ക് കൂടാതെ കഴിയില്ല. യാ ഭവതുപാസനം കല്യതേ, എത്രത്തോളം അങ്ങയുടെ ഉപാസനത്തിന് വേണമോ അത്രത്തോളം താവതിം കല്യതാം മമ ഗുരുഷ, അത്രത്തോളം കല്യത എനിക്ക് ചെയ്യണമേ. കല്യതേ ഭവതുപാസനം നയാ, ചെയ്യപ്പെടുക എന്നതാണ്. 2 കല്യതയുടെ അർത്ഥം 2ആണ്. ഒന്ന് കല്യതാം മമ ഗുരുഷ താവതി, ചെയ്താലും. പിന്നെ ഒന്ന് കല്യതേ ഭവതുപാസനമയ, അങ്ങയുടെ ഉപാസനം ചെയ്യത്തക്ക ആവശ്യത്തിലുള്ള, അതിന് വേണ്ടതായിട്ടുള്ള ആരോഗ്യ കല്യത എനിക്ക് നൽകണമേ. അങ്ങയുടെ ഉപാസനയ്ക്ക് വേണ്ടതായിട്ടുള്ള കല്യതേ ഭവതുപാസനം നയാ തത് കല്യതാം, എനിക്ക് ചെയ്താലും എന്നാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ കല്യത. കല്യതാം ചെയ്താലും.
രണ്ടാമത്തെ കല്യതേ ബോധുപാസനം നയ, അവിടുത്തെ ഉപാസന ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള, ചെയ്യാൻ വേണ്ടതായ എന്നർത്ഥം. നീ അങ്ങനെ എനിക്ക് ആരോഗ്യം കിട്ടിയാലോ സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശ്രിതവ തുഷ്ടിമാപ്നിയാം. അഷ്ടാംഗയോഗം കൊണ്ട് ഞാൻ അവിടുത്തെ അഷ്ടവിധ യോഗചര്യയാ, അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നതിൽ കൂടെ അവിടുത്തെ സന്തോഷത്തെ ഞാൻ നേടും. അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നത് മനസ്സിന് ഭഗവത് പ്രീതിക്ക് വളരെ ആവശ്യമാണ്. അത് ഞാൻ നേടിക്കൊള്ളാം. അഷ്ടവിധയോഗചര്യ, അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആശു തവ തുഷ്ടിം, വേഗം അവിടുത്തെ തുഷ്ടിയെ സ്പഷ്ടമാപ്നുയാം, വ്യക്തമായി ഞാൻ നേടുന്നുണ്ട്. ആപ്നുയാം എന്ന് പറഞ്ഞാൽ നേടുന്നുണ്ട്, നേടുക എന്നതാണ് ആപ്നുയാം. പുഷ്ടയ, അഷ്ടവിധ യോഗചര്യ പുഷ്ടയ, പൂർണ്ണമായിട്ടുള്ള അഷ്ടാംഗയോഗം കൊണ്ട് താമസിയാതെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായിട്ടും പ്രാപിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അഷ്ടാംഗയോഗ അനുഷ്ഠാനം കൊണ്ട് താമസം കൂടാതെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായിട്ടും പ്രാപിക്കുമാറാകട്ടെ. പുഷ്ടയ, അവിടുത്തെ സന്തോഷം കൊണ്ട്. അപ്പോൾ ഏത് അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണോ അങ്ങ് പുഷ്ടയ സന്തോഷിക്കുന്നത്, അതിൽ കൂടെ അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചുകൊണ്ട് അവിടുത്തെ തുഷ്ടിയെയും സന്തോഷത്തെയും പ്രസാദത്തെയും ഞാൻ നേടുന്നുണ്ട്. അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ 8 നിയമങ്ങളാണ്. അത് ഏതൊക്കെ വെച്ചാൽ നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 യോഗങ്ങളെ കൊണ്ട് നമുക്ക് ആരോഗ്യവും മെച്ചപ്പെടുത്താം, ഭഗവത് ഉപാസനയിൽ കൂടെ ഭഗവത് പ്രീതിയും നേടാം. 2 ലക്ഷ്യം ഒരേ സമയത്ത് നിറവേറുന്ന സംഗതികളാണ് ഇത്. ഒന്ന് ആരോഗ്യം മെച്ചപ്പെടുത്തൽ, 2 ഭഗവത് പ്രീതി. ഇത് രണ്ടും ഒരേപോലെ നേടുന്ന കാര്യങ്ങളാണ് ഈ അഷ്ടാംഗ യോഗങ്ങൾ. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് ഓരോ സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ് യമം, എന്താണ് നിയമം എന്നൊക്കെ. യമം ഇന്ദ്രിയങ്ങളെ നമ്മൾ ഒതുക്കുക എന്നതാണ്. അപ്പം നിയമം അനുസരിച്ചിട്ട് അത് ചെയ്താലേ യമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആസനം എന്ന് പറഞ്ഞാൽ ഇരുത്തം എന്നാണ്. ചമ്രം പടിഞ്ഞ് കുറേ നേരമെങ്കിലും ഒരു 3 മണിക്കൂർ ഇളകാതെ ഇരിക്കാൻ പഠിക്കുക. ഏകദേശം ഒരു കണക്ക് യോഗയിൽ 3 മണിക്കൂറാണ്. ഡോക്ടർമാർ പറയും 1 മണിക്കൂർ കൂടുതൽ ആരും ഒരേ പൊസിഷനിൽ ഇരിക്കരുത് എന്ന്. അത് അവരുടെ കണക്ക് അങ്ങനെയൊക്കെയാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് പൊസിഷൻ മാറ്റണം എന്ന് പറയും. അത് അവർ പഠിച്ച തത്വപ്രകാരം അങ്ങനെയാണ്. നമുക്ക് 3 മണിക്കൂർ വരേക്ക് ഇരിക്കുന്നത് കൊണ്ട് വലിയ തകരാറൊന്നുമില്ല. പക്ഷെ അതിലധികം ഇരിക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു കണക്കുണ്ട്. അതിലധികം ഒരേ സമയത്ത് നമ്മൾ ഒരേപോലെ ഇരുന്നാൽ പലവിധ പ്രശ്നങ്ങൾ ശരീരത്തിന് വരും. ഒന്ന് മാറിയിട്ട് പിന്നെ വീണ്ടും ഇരിക്കാം. അതാണ് ആസനം. ഈ ആസനം ഇളകാതെ ഇരിക്കണം. സമക്കായ ശിരോഗ്രീവം, കഴുത്തും മുതുവും തലയും ഒരേ രീതിയിൽ വരിക, വളയരുത്. പിന്നെ പ്രാണായാമം യോഗ തന്നെയാണ്. അത് ശ്വാസനിയന്ത്രണമാണ്. ഒരു നാസികാദ്വാരത്തിലൂടെ മറ്റേ നാസികാദ്വാരം അടച്ചിട്ട് ശ്വാസം എടുക്കുക. എന്നിട്ട് അതിനെ കുറേ നേരം അത് അവിടെ നിർത്തുക. ഈ വലിച്ചെടുത്തതിൻ്റെ ഇരട്ടി നേരം നിർത്തി അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് മറു നാസികാദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ ആദ്യത്തെ അടയ്ക്കണം. ഏത് കൂടെയാണോ എടുത്തത് അത് കൂടെ പിന്നെ പുറത്തേക്ക് വിടണം. തിരിച്ചടച്ചിട്ട് എന്നർത്ഥം. ഒന്നുകൂടെ എടുക്കുക, അത് കുറേ നേരം നിർത്തിയിട്ട് ഇതിനെ വിട്ട് മറ്റത് അടയ്ക്കുക, ഇത് കൂടെ പുറത്തേക്ക് വിടുക. ഇതിനെയാണ് നമ്മൾ ഒരു പ്രാണായാമം എന്ന് പറയുക. ഇങ്ങനെ വീണ്ടും തിരിച്ച് ചെയ്യണം. ഏത് കൂടെ പുറത്തേക്ക് വിട്ടു അത് കൂടെ അകത്തേക്ക് എടുക്കുക, എന്നിട്ട് മറ്റേ കൂടെ വിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീയമായി ചെയ്യുന്നതിനെയാണ് പ്രാണായാമം. അതാണ് 8 സെക്കൻഡ് വലിച്ചെടുക്കാൻ എടുക്കുക, 16 സെക്കൻഡ് നിർത്തുക, 32 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക എന്നൊക്കെയാണ് പറയാറുള്ളത്. അത് മാത്രമൊന്നുമല്ല, അത് ശരിക്കും പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് മാത്രം അതിൻ്റെ കാര്യങ്ങളായില്ല. പഠിച്ച് ചെയ്യണം എന്നർത്ഥം. യോഗ, പ്രാണായാമം രവിശങ്കർ സാറൊക്കെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്, പിന്നെ ഒരു ക്ലാസ് സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ്
പല ക്ലാസ്സിൽ കൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വാക്കുകൊണ്ടോ 2 വാക്കുകൊണ്ടോ പറഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ അത് അബദ്ധം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ സാമാന്യമായിട്ട് ഒരാശയം കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യല്ല, അത് പഠിച്ച് ചെയ്യണം. അതാണ് പ്രാണായാമം. പിന്നെ പ്രത്യാഹാരം, അത് ഏത് കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇന്ദ്രിയങ്ങളിലേക്ക് കൂടുതൽ ആസക്തി, അതിനെ നിയന്ത്രിച്ച് പഠിക്കുക. അതിനാണ് നമ്മൾ ഏകാദശി ദിവസം ഭക്ഷണം ഉപേക്ഷിക്കുന്നത്. ഭക്ഷണത്തിനോട് പൊതുവേ നമുക്ക് ആസക്തിയാണ്. ആ ഭക്ഷണത്തിൽ തന്നെ ചിലതിനോട് ആസക്തി കൂടുതലുണ്ടാവും. അത് ഉപേക്ഷിച്ച് പഠിക്കണം എന്നാണ്. ഒരു ദിവസമെങ്കിലും കാശിക്ക് പോയി 1-2 ഉപേക്ഷിക്കണം എന്ന് നമ്മൾ പറയും. ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള 2 ഉപേക്ഷിക്കേണ്ടത്. ഞാൻ ഈ കാഞ്ഞിരക്കായും കഴിക്കില്ല, കൈപ്പക്കയും കഴിക്കില്ല, കാശിക്ക് പോയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിലല്ലെങ്കിലും താല്പര്യമില്ല. താല്പര്യമുള്ളത് ഉപേക്ഷിക്കണം. ഉപ്പാണ്, പപ്പടാണ്, പഞ്ചസാരയാണ്, ഏതിനോടെങ്കിലുമൊക്കെയാണ് താല്പര്യത്തിനെങ്കിൽ അത് ഉപേക്ഷിച്ച് കാണിക്കുക. കാശിക്ക് പോയിട്ട് വന്നാൽ ഞാനൊന്നും കഴിക്കുക, ആ 2 കഴിക്കില്ല. ആ താല്പര്യമുള്ള വസ്തുക്കളെ ഉപേക്ഷിച്ച് പഠിക്കുന്നതിന് പ്രത്യാഹാരം എന്ന് പറയുക. ധാരണയും ധ്യാനവും സമാധിയും ഈശ്വരധ്യാനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ്. ധാരണ ആരംഭം, നമ്മൾ ഈശ്വരൻ്റെ സ്വരൂപത്തെ ധ്യാനിച്ച് തുടങ്ങുന്നതിനെ ധാരണ. ഈശ്വരൻ്റെ രൂപം മനസ്സിലങ്ങനെ കാണാറായ ധ്യാനം. എളുപ്പ ധ്യാനാവസ്ഥയിലാണ്. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ, ഭഗവാന്റെ രൂപം വ്യക്തമായിട്ട് ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങിയ ധ്യാനം. പിന്നെ ഒരു ഘട്ടം സമാധി. അതിലാവട്ടെ ഭഗവാന്റെ രൂപം തന്നെ ഉണ്ടാവില്ല, രൂപത്തിൻ്റെ ആവശ്യമില്ല. സമാധി സുഖം ഈശ്വര സ്വരൂപത്തിൽ കൂടെ അനുഭവിച്ചാൽ പിന്നെ ആ രൂപത്തെ അടക്കം അപ്രസക്തമാവുന്നു. വാർപ്പിൻ്റെ താങ്ങ് എടുത്ത് കളയണ പോലെ ഉറയ്ക്കണ വരെ വേണ്ടു. ഉറച്ചു കഴിഞ്ഞാൽ കാലമൊക്കെ വെട്ടി മാറ്റണു അല്ലേ. എല്ലാം എടുത്ത് കഴിഞ്ഞ് വാർപ്പ് പൊളിക്കാട്ടോ പറയും. 22 ദിവസം കഴിഞ്ഞാൽ വാർപ്പ് പൊളിക്കും. കാരണം വാർപ്പ് അവിടെ സെറ്റായി, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അത് സെറ്റാവാനാണ് ഈ താങ്ങിൻ്റെ ആവശ്യം വന്നത്. അതാണ് ധ്യാനം. പിന്നെ സ്വരൂപം ആവശ്യമില്ല. അല്ലാതെ തന്നെ ധ്യാനം കൊണ്ട് ലഭിക്കുന്ന സുഖം നമുക്ക് കിട്ടും. സുഖം എന്ന് പറയണത് സ്വരൂപമല്ല എന്നർത്ഥം. സ്വരൂപമല്ല ധ്യാനം. ആ സ്വരൂപത്തിൽ നിന്നും വിട്ടിട്ടുള്ള അവസ്ഥയാണ് ധ്യാനത്തിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സുഖം. സ്വരൂപമല്ല അത്. ആ സ്വരൂപം ഒരു ഉപാധി മാത്രമാണ്. 100% കറക്റ്റ്. ആ അനുഭൂതി അല്ല സ്വരൂപം. കയ്യോ കാലോ ഓടക്കുഴോ ശംഖോ ചക്രോ ഗതയോ താമരയോ അല്ല നമ്മുടെ അനുഭൂതി. തീർച്ചയായിട്ടും അതല്ല അനുഭൂതി. അത് ഈ അനുഭൂതിക്ക് വേണ്ടി സ്വീകരിച്ച വാർപ്പിൻ്റെ താങ്ങാണ് ശംഖും ചക്രവും ഗതിയും താമരയും ദേവിയാച്ച അതൊക്കെ താങ്ങാണ്. അത് താങ്ങിൻ്റെ ലക്ഷ്യത്തിലെത്തിയാലോ താങ്ങ് മാറ്റാം. അപ്പോൾ ലക്ഷ്യം ആ സ്വരൂപമല്ല, തീർച്ചയായിട്ടും വേറൊന്നാണ്. അതിലേക്ക് എത്താനുള്ളൊരു പടി മാത്രമാണ്. അതാണ് സമാധി. പിന്നെ അത് വേണ്ട, സ്വരൂപവും വേണ്ട. നമുക്ക് മനസ്സിലാവും, അവിടേക്ക് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാം കണ്ണടച്ച് ആനന്ദമായിട്ടുള്ള അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ യാതൊരു അവസ്ഥയും നമ്മളെ ബാധിക്കാതെ അറിയാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ഒരു കാര്യം, ഇപ്പോൾ സമാധിയെ പറ്റിയിട്ട് കുറേ ചർച്ചകൾ നമ്മൾ വന്നു പല കാരണങ്ങളെ കൊണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് സമാധി എന്ന് പലർക്കും അറിയില്ല. അറിയാത്തവരുണ്ടാവും, ചിലർക്കൊക്കെ അറിയുണ്ടാവും. സമാധി എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് നമ്മൾ ഇരുത്തുക അതിൽ തെറ്റിദ്ധരിക്കണം. സമാധി ഇരുത്തുക, അതിനെ സമാധി എന്ന് പറയുള്ളൂ, ഒരിക്കലും അല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ശരിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് എത്തിയാൽ അയാളിപ്പോൾ സമാധിയിലാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇപ്പോൾ സമാധിയിലാണ്. എന്നും സമാധിയിലിരിക്കും അദ്ദേഹം കുറച്ച് സമയം. എപ്പോഴാണ് ഭഗവാൻ കൊടുക്കുക വെച്ചാൽ അപ്പോൾ എന്നുള്ളൊരു സമയമൊന്നുമില്ല. സമാധി കിട്ടിയാൽ പിന്നെ അവിടെ കഴിയുന്നവരെ അവിടെ നിന്ന് ഇളകില്ല. പിന്നെ കണ്ണ് തുറന്ന് സാധാരണ പോലെ. ഇപ്പം മരണമാണോ സമാധി? അല്ല, മരണമല്ല. സമാധി മരണം ഒന്നല്ല. ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരവസ്ഥയ്ക്ക് സമാധി എന്ന് പറയാം. എല്ലാം മറന്നിരിക്കുന്ന ഒരവസ്ഥ. ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം നല്ല ഉറക്കമാണെങ്കിൽ ശരിയാണ്. സുഷുപ്തിയാവണം, സ്വപ്നം പോലും കാണരുത്. ആ അവസ്ഥ തന്നെയാണ് അത്രേ സമാധിയിലൊരു യോഗി അനുഭവിക്കുന്നത്. വലിയ വ്യത്യാസമില്ല എന്നാണ് അറിവുള്ളവർ. അതിനെപ്പറ്റി തർക്കമുണ്ട്. ഉറക്കത്തിലത്തെ സുഖവും സമാധി ഒന്നാണോ അല്ലയോ. എന്തായാലും കുറേ ആൾക്കാരെങ്കിലും അത് ഒന്നാണ് എന്ന് പറയുന്നു. ചിലർ ഡിഫർ ചെയ്യണമുണ്ട്. അത് ഏതിലും ഉണ്ടാവും.
അപ്പോൾ ലക്ഷ്യമല്ല ഈ സ്വരൂപം. ദേവിയുടെ ആവട്ടെ, ശിവൻ്റെ ആവട്ടെ, വിഷ്ണുവിൻ്റെ ആവട്ടെ, രൂപമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് വരുന്നു. അതൊരു മാർഗം മാത്രമാണ്. ക്ഷേത്രത്തിലത്തെ വിഗ്രഹവും അങ്ങനെ തന്നെ. എല്ലാം മാർഗങ്ങളാണ്. ലക്ഷ്യം എന്താണ്? സമാധിയാണ് ലക്ഷ്യം. കണ്ണാണ്ടടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരനുഭൂതിയിലേക്ക് എത്തുക ആണ് ലക്ഷ്യം. അവിടേക്ക് എത്തിയാൽ പിന്നെ എന്ത് വേണ്ട? സ്വരൂപം വേണ്ട. അപ്പം ധാരണയും ധ്യാനവും സമാധിയും ധ്യാനത്തിൻ്റെ 3 ഘട്ടങ്ങളാണ്. ആരംഭമാണ് ധ്യാനം. ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ധ്യാനിച്ച് ശീലിക്കുക. എല്ലാം കൂടി നമുക്ക് പറ്റില്ല. പിന്നെ ഒന്നിച്ച് രൂപം വിളങ്ങുമ്പോൾ ധ്യാനം ആയി. സ്വരൂപം വേണ്ടാണ്ട് കഴിയുമ്പോൾ സമാധി. അപ്പോൾ ഇതിനൊക്കെയും വേണം ആരോഗ്യം. പ്രാണായാമം, ശ്വാസം നിയന്ത്രണം, ആസ്മ മുതലായിട്ടുള്ള രോഗമുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ചില ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ദൈർഘ്യം ഇല്ലെങ്കിൽ ചില യോജിക്ക് പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വക അഷ്ടാംഗ യോഗങ്ങളാൽ ഇട്ടിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ പ്രാപിച്ചു കൊള്ളാം. അതിനായുള്ള ആരോഗ്യം എനിക്ക് തരണം. അഷ്ടവിധ യോഗചര്യ, അഷ്ടാംഗയോഗം എന്ന് പറയപ്പെടുന്ന ചര്യകളാൽ തവ തുഷ്ടിം ആപ്നിയാം, അങ്ങയുടെ തുഷ്ടി അല്ലെങ്കിൽ പ്രസാദം ഞാൻ നേടിക്കോളാം. പുഷ്ടയാച്ചു തവ തുഷ്ടിം ആപ്നിയാം. പുഷ്ടയാ, പൂർണ്ണമായിട്ടുള്ള അനുഷ്ഠാനം കൊണ്ട് അവിടുത്തെ സന്തോഷം ഞാൻ ആർജിക്കാം. തവ തുഷ്ടിം ആപ്നുയാം, ആപ്നുയാം എന്ന് പറഞ്ഞാൽ നേടിക്കൊള്ളാം. പട്ടമട്ടവിധ യോഗചര്യ പുഷ്ടയാ, അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, പുഷ്ടയാ ആചരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ പ്രസാദം നേടിക്കൊള്ളാം എന്ന് പറയുകയാണ്. അതുകൊണ്ടുള്ള ആരോഗ്യം എനിക്ക് തരയണമേ. താവതി കല്യതാം മമ കുരുഷ്വ. കല്യത എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അത്രത്തോളം ആരോഗ്യം എനിക്ക് കുരുഷ്വ ചെയ്താലും. കുരുഷ്വ എന്ന് പറഞ്ഞാൽ ചെയ്താലും. കല്യത എന്ന് പറഞ്ഞാൽ ആരോഗ്യം. കല്യതേ ഭവതുപാസനം വയ, അവിടുത്തെ ഉപാസനത്തിന് വേണ്ടതായിരിക്കുന്ന ആരോഗ്യം എന്നർത്ഥം. കല്യതാം മമ കുരുഷ്യതാവതിം കല്യതേ ഭവതുപാസനം യയാ പട്ടമട്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.